ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Info PSC MEM ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 68/2025 എന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ വരുന്ന 2025 ജൂൺ മാസം 21-ാം തീയതി നടന്ന ലബോറട്ടറി അസിസ്റ്റൻറ്റ് എന്ന തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ ചോദ്യ പേപ്പറിലെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി പാർട്ടിലെ 10 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചോദ്യ പേപ്പറിലെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് പാർട്ടിലെ ചോദ്യങ്ങളുടെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ മറ്റൊരു ചാനൽ ആയ Info PSCയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചോദ്യ പേപ്പറിലെ മലയാളം ആൻഡ് ഇംഗ്ലീഷ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ Info PSC MEM ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ എല്ലാവരും ആ ക്ലാസ്സുകൾ കാണേണ്ടതാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 71-ാമത്തെ ചോദ്യം, -5-ൽ നിന്നും ഏത് നമ്പർ കുറച്ചാലാണ് -14 കിട്ടുക? അതായത് ചോദ്യം ഇതാണ്, -5 ഇതിൽ നിന്നും ഏതോ ഒരു സംഖ്യ കുറയ്ക്കുകയാണെങ്കിൽ ഏത് നമ്പറാണെന്നറിയില്ല, അതുകൊണ്ട് നമുക്ക് ആ നമ്പറിനെ x എന്ന് കൊടുക്കാം. എത്ര കിട്ടും? -14 കിട്ടും. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഈ -5നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവിടെ എന്താകും? -x -14. ഇവിടെ -5 ആയിരുന്നല്ലോ, അത് ഇപ്പുറത്ത് പോയി കഴിയുമ്പോൾ +5 എന്നാകും. ഇനി -x ഇവിടെ ശ്രദ്ധിച്ചല്ലോ, ഇത് മൈനസും ഇത് പ്ലസ്സും ആണ്. അതായത് -14 +5 ആണ്. അതുകൊണ്ട് ഈ സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് വലിയ സംഖ്യയുടെ സൈൻ കൊടുക്കുക. അപ്പം 14-ൽ നിന്നും 5 കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് 9 ആണ് കിട്ടുന്നത്. ഇവിടെ ഇപ്പം വലിയ സംഖ്യ എന്ന് ചോദിക്കുമ്പോൾ 14 ആണ് വലിയ സംഖ്യ. അതിൻ്റെ തൊട്ട് മുന്നിലുള്ള ചിഹ്നം ഏതാണ്? മൈനസ്. അപ്പം ആ മൈനസ് വേണം ഇവിടെ കൊടുക്കാൻ. അപ്പോൾ നമുക്ക് -9 എന്ന് പറഞ്ഞൊരു ഉത്തരം വന്നു. ഇനി ശ്രദ്ധിക്കണം, നമുക്ക് ചാടി കയറി ഓപ്ഷനിൽ -9 ഉള്ളത് കൊണ്ട് അത് കറപ്പിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. എന്നാൽ ഇവിടെ -x ആണ് -9 എന്ന് പറഞ്ഞ വാല്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? x = 9. അതായത് നമ്മുടെ സംഖ്യ ഏതാണ്? 9 ആണ്. അതായത് ഏത് നമ്പർ കുറച്ചാലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 9 എന്നുള്ള സംഖ്യയാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ A 9 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 72-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ വലുത് ഏത്? അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് 4 48-ൻ്റെ 3/4, ഓപ്ഷൻ ബി വരുന്നത് 60-ൻ്റെ 4/5, ഓപ്ഷൻ സി വരുന്നത് 48-ൻ്റെ 4/3, ഓപ്ഷൻ ഡി വരുന്നത് 60-ൻ്റെ 5/4. അപ്പോൾ ഓപ്ഷൻ എ തന്നെ നമുക്ക് എടുക്കാം. 48-ൻ്റെ 3/4, അതായത് നമുക്ക് 48-നെ 3/4 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഈ 4ഉം 48ഉം വെട്ടിപ്പോയി ഇവിടെ 12 വരും. 12 × 3 36 ആണ് ഉത്തരം വരുന്നത്. ഇനിയും ഓപ്ഷൻ ബി എടുക്കാം. നമുക്കിത് ഏറ്റവും വലുത് കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് ഓരോ ഓപ്ഷൻസും ചെയ്ത് നോക്കുന്നതായിരിക്കും നമുക്ക് കൃത്യ ഉത്തരം കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി എടുക്കാം. 60-ൻ്റെ 4/5. അപ്പോൾ നമുക്കറിയാം 5ഉം 60ഉം വെട്ടിപ്പോവും, മേളിൽ 12 വരും. 12 × 4 48 കിട്ടും. അടുത്ത ഓപ്ഷൻ സി നമുക്ക് എടുത്ത് നോക്കാം. 48-ൻ്റെ 4/3. അപ്പം 48-നെ 3 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമുക്ക് 16 കിട്ടും. 16 × 4 ചെയ്യുമ്പോൾ 64 കിട്ടും. ഇനി ഓപ്ഷൻ ഡിയും കൂടെ ഉള്ളൂ. 60-ൻ്റെ 5/4. അപ്പോൾ 60-നെ 4 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് 15 കിട്ടും. 15 × 5 75 കിട്ടും. അപ്പോൾ ഈ സോൾവ് ചെയ്തതിൽ നമുക്ക് ഏറ്റവും വലുതായിട്ട് കിട്ടിയിരിക്കുന്ന സംഖ്യ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 75 അല്ലേ വന്നിരിക്കുന്നത്. അതായത് ഏറ്റവും വലിയത് ഏതെന്ന് ചോദിക്കുമ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഇവിടെ മറ്റൊരു മാർഗം ഉപയോഗിക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ
തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം നോക്കുക. 48, 60, 48, 60. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും 60-ൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വലുതാകാൻ ചാൻസ് ഉണ്ട്. ഇനിയും 60-ൻ്റെ എന്താ? 4/5ഉം 5/4. അപ്പോൾ ഈ 5/4 എന്ന് പറയുന്ന ഒരു മിക്സഡ് ഫ്രാക്ഷൻ മിശ്രഭിന്നമാണ്, അതായത് ഒന്നിനേക്കാൾ വലുതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അപ്പോൾ ഈ ചോദ്യം രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് നമുക്ക് ഈ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യാം. അപ്പം ഇല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് പറഞ്ഞ ആ ട്രിക്ക്, അതായത് വലിയ സംഖ്യകൾ ഏതാണെന്ന് നോക്കി അതിനെ ഇൻറ്റു ചെയ്തിരിക്കുന്ന ഫ്രാക്ഷൻ ഏത് തരത്തിലുള്ളതാണ് എന്ന് നോക്കി ആണെങ്കിലും ചെയ്യാം. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എഴുപത്തിമൂന്നാമത്തെ ചോദ്യം. ഒരു പെൻസിലിൻ്റെ വില 4.54 ആയാൽ അതുപോലെയുള്ള 30 പെൻസിലുകളുടെ വില. അപ്പം ഇതൊരു സിമ്പിൾ ചോദ്യം. ഒരു പെൻസിലിൻ്റെ വില എത്രയാണ് തന്നിരിക്കുന്നത്? 4.54, 4 രൂപ 54 പൈസ എന്ന് പറയാം. എങ്കിൽ അതുപോലെയുള്ള 30 പെൻസിലുകൾക്ക് വില എത്രയായിരിക്കും? അത് കണ്ടുപിടിക്കാനായിട്ട് 4.54 × 30 ചെയ്താൽ മതി. അപ്പോൾ അത് ചെയ്തു വരുമ്പോൾ നമുക്ക് 136.20 എന്ന ഉത്തരം ലഭിക്കും. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 74ാമത്തെ ചോദ്യം. റീഡ് എന്നാൽ $4%6, പെയ്ഡ് എന്നാൽ $56 ആയാൽ റൈറ്റ് എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ നോക്കുക, റീഡ് എന്നുള്ളത് ഞാനിങ്ങനെ താഴോട്ട് എഴുതുകയാണ്. റീഡ് എന്നുള്ളത് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? ഹാഷ് സിമ്പിളാണ്. ആറിന് വേണ്ടിയിട്ട് ഇക്ക് 4 എന്ന് പറഞ്ഞു, എക്ക് പെർസെൻറ്റേജ് ചിഹ്നവും അതേപോലെ ഡിക്ക് 6ഉമാണ് നൽകിയിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ പെയ്ഡ് എന്ന് പറഞ്ഞൊരു പെയ്ഡ് അതെങ്ങനെയാണ് നൽകിയിരിക്കുന്നത്? പിക്ക് ഡോളർ സിമ്പലും എക്ക് പെർസെൻറ്റേജ്, ഐക്ക് 5, ഡിക്ക് 6. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി സെയിം തന്നെയാണ്. ഇവിടെ എക്ക് പെർസെൻറ്റേജ് ആണെങ്കിൽ അടുത്തതിലും എക്ക് പെർസെൻറ്റേജ് തന്നെ. ഡിക്ക് 6, രണ്ടാമത്തേലും ഡിക്ക് 6 തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? റൈപ്പ് എങ്ങനെ എഴുതും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആറിൻ്റെ വാല്യൂ എന്താണ്? ഹാഷ് സിമ്പൽ. ഇനി ഈ ഹാഷ് അപ്പം ആദ്യത്തെ സിമ്പലുള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പം നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ ബി വരുന്നുണ്ട്. ഹാഷ് വെച്ചാണ് തുടങ്ങുന്ന, ബാക്കി ഓപ്ഷൻസ് ഒന്നും ഹാഷ് വെച്ചല്ല. അപ്പം നമുക്ക് ഇതാ ഉത്തരവെന്ന് മനസ്സിലാകും. ഇനി നമുക്ക് ബാക്കിയും കൂടി ഞാൻ ചെയ്ത് കാണിച്ചേക്കാം. ഐ വരുന്നത്, ഐയുടെ സിമ്പൽ എന്താണ്? 5 ആണ് വരുന്നത്. പിയുടെ എന്താണ്? നമുക്ക് ഡോളർ സിമ്പലാണ് വരുന്നത്. ആൻഡ് ഫൈനലി ഇക്ക് 4 ആണ് വരുന്നത്. അതായത് $5 അതായത് ഓപ്ഷൻ ബി, നേരത്തെ പറഞ്ഞ ഓപ്ഷൻ ബി തന്നെയാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമ്മുടെ ഓപ്ഷൻസ് കട്ട് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. അതായത് ഇവിടെ നമുക്ക് ഫസ്റ്റ് ആറിൻ്റെ വാല്യൂ തന്നെ കിട്ടിയപ്പോഴേ ഉത്തരം കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 75ാമത്തെ ചോദ്യം. ഓറിയൽ ഈസ് ടു റൂം പ്രപ്പോർഷനേറ്റ് ടു ടെൻഡൻ ഈസ് ടു എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഓറിയൽ റൂമുമായിട്ട് ബന്ധപ്പെട്ട, അപ്പം ടെൻഡൻ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതുമായിട്ടാണ്? ഓപ്ഷൻ സി മസിൽസുമായിട്ടാണ് വരുന്നത്. ഓറിയൽ എന്ന് പറയുന്നത് ഭിത്തിയിൽ നിന്നും തള്ളി നിൽക്കുന്ന ജനാലയ്ക്കാണ് നമ്മൾ ഓറിയൽ എന്ന് പറയുന്നത്. അപ്പം ടെൻഡൻ മസിലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ടെലിഗ്രാം ചാനൽ ആയ എയിം ഫോർ PSCയിൽ എന്നും PYQ സെഷൻസും പിന്നെ ന്യൂ SCERT ടെക്സ്റ്റിലെ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് വേണ്ടി റെക്കോർഡഡ് ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലായ എയിം ഫോർ PSCയിൽ അവൈലബിൾ ആണ്.
യൂട്യൂബ് ചാനലിലെ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അടുത്തത് 76ാമത്തെ ചോദ്യം. അരുൺ തൻ്റെ ക്ലോക്കിലെ 6 PM മണിക്കൂർ സൂചി വടക്ക് ദിശയിലേക്ക് സെറ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ 9:15 PM ആ ക്ലോക്കിലെ മിനിറ്റ് സൂചിയുടെ ദിശ ഏത്? അപ്പം ഇതൊരു ദിശ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സാധാരണ നമ്മൾ കാണുന്നതിനേക്കാൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ദിശയുടെ ആദ്യം നമ്മൾ ദിശ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യേണ്ട എന്താണെന്ന് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു അല്ലേ? ദിശ വരച്ച് വെക്കണം. അപ്പം ഇത് വടക്ക്, തെക്ക്, പടിഞ്ഞാറ്, കിഴക്ക്. അപ്പോൾ നമ്മളോട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ക്ലോക്കിൻ്റെ 6 PM മണിക്കൂർ സൂചി. നമുക്കറിയാം 6 PM എന്ന് പറയുമ്പം മണിക്കൂർ സൂചി എവിടെയാണ്? 6-ലോട്ടാണ്, 6-ൻ്റെ അങ്ങോട്ടാണ്. 6-ൻ്റെ 6 എന്ന് പറഞ്ഞ അക്കത്തിൻ്റെ ആ ദിശയിലാണ് ഇരിക്കുന്നത്, അങ്ങോട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു ആ മണിക്കൂർ സൂചിയെ എങ്ങോട്ടാണ് വെച്ചിരിക്കുന്നത്? വടക്ക് ദിശയിലേക്ക്. അപ്പം 6 ഇവിടെ എവിടെയാണ്? സ്വാഭാവികമായിട്ടും വടക്ക് ഇവിടെയല്ലേ? ഇങ്ങോട്ടാണ് മണിക്കൂർ സൂചി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? 12 വന്നിരിക്കുന്നത്. ഇവിടെ മിനിറ്റ് സൂചി ഇങ്ങനെ നിൽക്കുന്നത്. എങ്കിൽ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ 9:15 ക്ലോക്കിൽ മിനിറ്റ് സൂചിയുടെ ദിശ ഏത്? അപ്പം 9 ഇവിടെയും 3 ഇവിടെയുമാണല്ലോ വരേണ്ടത്. ഈ 6ഉം 12ഉം തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്തൊന്നും ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ 9:15 എന്ന് പറയുമ്പം മണിക്കൂർ സൂചി ഇവിടെയാണ് വരുന്നത്. മിനിറ്റ് സൂചി എപ്പോഴും 3-ന് നേർക്കായിരിക്കും വരുന്നത്. അതായത് ഏത് ദിശയിലായിരിക്കും? നമ്മളോട് ചോദിച്ചിരിക്കുന്ന മിനിറ്റ് സൂചി ഏത് ദിശയിലാണെന്ന്. ഏത് ദിശയാണ്? കിഴക്ക് ദിശയിലേക്കാണ് മിനിറ്റ് സൂചി നിൽക്കുന്നത്. 9:15 ആകുമ്പോൾ മിനിറ്റ് സൂചി കിഴക്ക് ദിശയിലേക്കാണ്. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഇവിടെ ഈ 6ഉം 12ഉം തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്തു എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 77ാമത്തെ ചോദ്യം. പ്ലസ് എന്നാൽ ഡിവൈഡും, മൈനസ് എന്നാൽ മൾട്ടിപ്ലൈയും, മൾട്ടിപ്ലൈ എന്നാൽ അഡീഷൻ, പ്ലസും ആയാൽ 100 + 10 - 20 × 2 = എത്ര? അപ്പോൾ എന്താണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? പ്ലസ് എന്ന് പറയുന്നത് ഡിവൈഡാണ്. പ്ലസ് സിമ്പലിന് പകരം നമ്മൾ ഡിവിഷനാണ് അവിടെ ചെയ്യേണ്ടത്. മൈനസ് എന്നാൽ എന്താണ്? ഇൻറ്റു, മൾട്ടിപ്ലൈ ചിഹ്നമായിട്ട് ഉപയോഗിക്കണം. അതേപോലെ മൾട്ടിപ്ലൈ ചിഹ്നം എന്ന് വരുന്നിടത്ത് ശരിക്കും എന്താണ്? പ്ലസ്സും ആണ്. എങ്കിൽ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? 100 + 10 - 20 × 2 എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വാല്യൂസ്, അതായത് സൈൻ ഇൻ്റർചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ സൈൻ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന രീതിയിൽ സൈൻ സെറ്റ് ചെയ്യാം. അപ്പോൾ 100 പ്ലസിന് പകരം എന്താണ്? ഡിവൈഡ് ചെയ്യണം, ഡിവിഷൻ ചിഹ്നം 10. ഇനി മൈനസിന് പകരം എന്താണ്? ഇൻറ്റു 20. ഇനി ഇൻറ്റുവിന് പകരം എന്തായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അത് പ്ലസ് ആയിട്ട് എടുക്കണം. ഇനി നമുക്ക് ചെയ്യാം. ഇവിടെ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ബോഡമാസ് റൂളാണ് നമ്മളിനിയും ഇവിടെ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കുക, ഇവിടെ ബ്രാക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം ബി വേണ്ട. ഇനി ഓഫായിട്ട് വരുന്ന എന്തെങ്കിലും ഉണ്ടോ? അതും ഇല്ല. ഇനി ഡിവിഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ഡിവിഷൻ ചെയ്യണം. 100 / 10. അപ്പോൾ എത്രയാണ്? 10 കിട്ടുന്നത്. ഇനി 10 × 20 + 2 ഇക്വേഷൻ ഇങ്ങനെയാകും. അപ്പോൾ ഡിവിഷൻ നമ്മൾ ചെയ്തിരിക്കുന്നു. ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട്. അപ്പോൾ നമ്മളിനി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 10 × 20 200 എന്ന് കിട്ടും. ഇനി 200 + 2 എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിരിക്കുന്നു. ഇനി എന്താണ്? അഡീഷൻ ആണ് വന്നിരിക്കുന്നത്. ഡയറക്റ്റായിട്ട് രണ്ടും ആഡ് ചെയ്യുക, 202 എന്ന് വരും.
ഈ സബ്സ്ട്രാക്ഷൻ ഓപ്ഷൻ ഇല്ല, ഉണ്ട്, അത് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ് നമ്മുടെ ഉത്തരം ഇവിടെ വരുന്നത്? 202 ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പം ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 78ാമത്തെ ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തായിരുന്നു, ഡിലീറ്റഡ് ആണ്. ഒരുപക്ഷെ ഒന്നിലേറെ ആൻസേഴ്സ് വരുന്നുണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഇവിടെ ഡിലീറ്റ് ചെയ്തത്. കാരണം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 343 എന്ന് പറയുന്ന ഒരു ക്യൂബായിട്ട് പറയാം, എന്നാൽ 341 ഒരു പ്രൈം നമ്പർ ആയിട്ടൊക്കെ വരും. അപ്പം പ്രൈം നമ്പറൊക്കെയാണ്. അപ്പം ഇതിലേത് രീതി വരണം എന്നുള്ളതുകൊണ്ടായിരിക്കാം PSC അത് ഡിലീറ്റ് ചെയ്തതെന്ന് നമുക്ക് അനുമാനിക്കാം. എങ്കിലും ആ ചോദ്യം ഡിലീറ്റഡ് ആണ്. അടുത്തത് 79ാമത്തെ ചോദ്യം, 5, 10, 15, 20, 25 എന്നീ സംഖ്യകളുടെ ശരാശരി എത്ര? അപ്പോൾ ഇത് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ആദ്യത്തെ മെത്തേഡ് ഞാൻ പറയാം. ആദ്യം നമുക്ക് ഡയറക്റ്റ് മെത്തേഡിൽ പോയേക്കാം. 5, 10, 15, 20, 25 ഇതിൻ്റെ ശരാശരിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശരാശരി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ടോട്ടൽ ബൈ നമ്പർ ഓഫ് ടേംസ് ആണ്. അപ്പം ഇതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. തന്നിരിക്കുന്ന സംഖ്യകളുടെ ടോട്ടൽ, തന്നിരിക്കുന്ന സംഖ്യകളുടെ ടോട്ടൽ എന്ന് പറയുന്നത് 75 ആണ്. 5 + 10 + 15 + 20 + 25 ചെയ്യുമ്പോൾ നമുക്ക് 75 ആയിരിക്കും കിട്ടുന്നത്. ബൈ എത്ര സംഖ്യകളാണ് ഉള്ളത്? 1, 2, 3, 4, 5 സംഖ്യകൾ. അപ്പോൾ 75നെ 5 വെച്ച് ഹരിച്ചാൽ നമുക്ക് 15 ആയിരിക്കും ഓപ്ഷൻ കിട്ടുന്നത്, ഉത്തരം കിട്ടുന്നത്. അതായത് ഓപ്ഷൻ സി 15 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി മറ്റൊരു മെത്തേഡുണ്ട്. ഇവിടെ ശ്രദ്ധിക്കൂ, തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതൊക്കെയായിരുന്നു? 5, 10, 15, 20, 25. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇതെല്ലാം 5ൻ്റെ ഗുണിതങ്ങളാണ്. അതേപോലെ തന്നെ ഇതൊരു അരിത്തമാറ്റിക് പ്രോഗ്രഷനാണ്. 5 വീതം 5 വീതം കൂടുകയാണ്. അപ്പോൾ നമുക്ക് എത്ര ടേം ഉണ്ട്? 5 ടേമുകളും ഉണ്ട്, 5 ടേംസും ഉണ്ട്. ഇതിലെ മിഡിൽ ടേമിനെ നമ്മൾ നോക്കുക. അതായത് 5ൻ്റെ മിഡിലായിട്ട് വരിക 3ാമത്തെ ടേം ആയിരിക്കും. അപ്പോൾ 3ാമത്തെ ടേം 1, 2, 3 3ാമത്തെ ടേം, അതായത് ഇതിൻ്റെ ശരാശരി എന്ന് പറയുന്നത് ഈ 3ാമത്തെ ടേമായ 15 ആയിരിക്കും. അതായത് ഓപ്ഷൻ സി 15 എന്ന് പറയുന്ന ഉത്തരമാണ് വരുന്നത്. അപ്പോൾ ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 80ാമത്തെ ചോദ്യം, 2n + 5 = 1024 ആയാൽ എക്സിൻ്റെ വില. അപ്പം ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തായിരുന്നു. എന്നാലും നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്ന് നോക്കാം. അപ്പം നമുക്ക് തന്നിരിക്കുന്ന എന്താ? 2n + 5 = 1024 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യത്തിൽ നമുക്ക് ഈ 2ൻ്റെ എത്രാമത്തെയോ പവറാണ് ഈ 1024 എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ 1024നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക, 2 വെച്ച് ചെയ്ത് വരുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 2 വെച്ച് ചെയ്യുമ്പോൾ ഹരിക്കുമ്പോൾ 512, വീണ്ടും ഞാൻ 2 വെച്ച് ഹരിക്കുമ്പോൾ 256, വീണ്ടും ഞാൻ 2 വെച്ച് ഹരിക്കുമ്പോൾ 128, വീണ്ടും 2 വെച്ച് ചെയ്യുമ്പോൾ 64, വീണ്ടും 2 വെച്ച് ചെയ്യുമ്പോൾ 32, 16, 8, 4, 2, 2. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ 210 എന്ന് പറയുന്നതാണ് 1024. അല്ലെങ്കിൽ ആ n + 5 എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് 10 ആയിരിക്കും. പവറുകളുടെ വാല്യൂ 10 ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് n-ൻ്റെ വാല്യൂ എന്നാണ്? 10 - 5 = 5 ആണ് ഉത്തരം വരേണ്ടത്. ഓപ്ഷൻ എ 5 ഉള്ളതാണ്, പക്ഷേ PSC ഈ ചോദ്യം ഡിലീറ്റ് ആക്കിയിരിക്കുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ആ തന്നിരിക്കുന്ന ടേമിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. കൂടെ തന്നിരിക്കുന്ന സംഖ്യ ഏതാണോ അത് ഉപയോഗിച്ച്, പ്രൈം നമ്പർ ആണെങ്കിൽ അത് ഉപയോഗിച്ച് പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. അതിൽ നിന്നും ആ പവർ ടോട്ടൽ എത്രയാണെന്ന് കിട്ടും. അങ്ങനെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഈ ചോദ്യം ജസ്റ്റ് ആയിട്ടൊന്ന് ഇങ്ങനത്തെ ഒരു ടൈപ്പ് മോഡൽ മനസ്സിലായെന്ന് കരുതുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് നമ്മളുടെ എല്ലാ ചോദ്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.